السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد. ആദാബുസ്സലാം, സലാം പറയുന്നതിന്റെ മര്യാദകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 3 ക്ലാസുകളിൽ നാം മനസ്സിലാക്കിയത്. പുരുഷൻ സ്ത്രീക്കും സ്ത്രീ പുരുഷനും സലാം പറയുന്നതിന്റെ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ നൽകിയിട്ടുള്ള ഒരു തലക്കെട്ട് ബാബു തസ്ലീമിർ റിജാലി അലൻ നിസാ വൻ നിസാഇ അലർ റിജാൽ, പുരുഷന്മാർ സ്ത്രീകളോടും സ്ത്രീകൾ പുരുഷന്മാരോടും സലാം പറയുന്നതിനെ സംബന്ധിച്ച അധ്യായം. തുടർന്ന് 2 ഹദീസുകൾ ഈ അധ്യായത്തിൽ നൽകിയത് കാണാം. 6248 നമ്പർ ഹദീസ് സഹലിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയാണ്, കുന്നാ നഫ്റഹു യൗമൽ ജുമുഅ ഖുൽതു വലിമ, ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസം സന്തോഷിക്കാറുണ്ടായിരുന്നു. പിതാവ് സഹലിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണത് വെള്ളിയാഴ്ച ഇഷ്ടപ്പെട്ടത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കാനത്ത് ലനാ അജൂസുൻ തുർസിലു ഇലാ ബുദാഅ, ഞങ്ങൾക്ക് ഒരു പ്രായമുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. മദീനയിലെ ബുദാഅ തോട്ടത്തിലേക്ക് അവൾ ആളെ അയക്കുകയും എന്നിട്ട് അതിന്റെ അവിടെയുള്ള സിൽക്ക് എന്ന് പറയുന്ന ഒരു തരം പ്രത്യേക ചീര, അതൊരു ചട്ടിയിലിട്ട് വേവിക്കുകയും അതിൽ ബാർലി മണികൾ പൊടിച്ചിടുകയും ചെയ്യും. ഫൈദാ സല്ലൈനൽ ജുമുഅ സറഫ്ന വനുസല്ലിമു അലൈഹ, ജുമുഅ നമസ്കാരം കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ നിന്ന് പിരിഞ്ഞ് ഈ വൃദ്ധയായ സ്ത്രീയോട് ഞങ്ങൾ സലാം പറയും. ഫതുഖദ്ദിമുഹു ഇലൈന ഫനഫ്റഹു മിൻ അജ്ലിഹി, അപ്പോൾ ആ സ്ത്രീ ഞങ്ങൾക്ക് ഈ ചീര ബാർലി ചേർത്ത് പാചകം ചെയ്തത് ഞങ്ങൾക്ക് നൽകുകയും അത് കാരണം ഞങ്ങൾ സന്തോഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. വമാ കുന്നാ നഖീലു വലാ നതഗദ്ദ ഇല്ലാ ബഅദൽ ജുമുഅ, ജുമുഅയ്ക്ക് ശേഷമല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. ഇതാണ് ഇമാം ബുഖാരി ഈ അധ്യായത്തിൽ നൽകിയിട്ടുള്ള ഹദീസ്. ഇവിടെ സഹാബികളായ ആളുകൾ ഈ പ്രായം ചെന്ന സ്ത്രീയോട് സലാം പറഞ്ഞിരുന്നു എന്നതാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സലാം പറയുന്നത് വിഷയത്തിൽ അനുവദനീയമാണെന്ന് പറഞ്ഞവരും പാടില്ലെന്ന് പറഞ്ഞവരുമൊക്കെയുണ്ട്. പ്രായം ചെന്നവരാണെങ്കിൽ പറയാം എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഈ ഹദീസിൽ നിന്ന് പുരുഷന്മാരായ ആളുകൾ പ്രായം ചെന്ന സ്ത്രീയോട് സലാം പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഹദീസായി 6249 നമ്പർ ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഓ ആയിഷ, ഹാദാ ജിബ്രീൽ യഖറഉ അലൈകി സലാം, ഇതാ ജിബ്രീൽ നിനക്ക് സലാം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വ അലൈഹി സലാം വ റഹ്മത്തുള്ളാഹ്, ജിബ്രീലിന് സലാം മടക്കുകയും അല്ലാഹുവിന് റഹ്മത്തും സലാമും ഉണ്ടാകട്ടെ എന്ന് മടക്കി. തറാ മാലാ നറ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞങ്ങൾ കാണാത്തത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് നബിയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയും ചെയ്തു. അപ്പൊ ഇവിടെ ജിബ്രീൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് സലാം പറയാൻ നബിയെ ഏൽപ്പിക്കുന്നു. നബി ആ സലാം അറിയിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ ആയിഷ റളിയല്ലാഹു അൻഹ ജിബ്രീലിന് സലാം മടക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ അബൂ ദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള 5204 നമ്പർ ഹദീസ് അസ്മാ ബിൻത് യസീദിൽ നിന്ന്, മർറ അലൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ നിസ്വ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്കടുത്തുകൂടി, അതായത് സ്ത്രീകൾക്കടുത്തുകൂടി നടന്നുപോയി. ഫസല്ലമ അലൈന, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട്, ഈ സ്ത്രീകളുടെ സംഘത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം പറഞ്ഞു. ഈ ഹദീസ് സ്വഹീഹാണെന്ന് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി രേഖപ്പെടുത്തിയത് കാണാം. അപ്പോൾ ഇവിടെ സ്ത്രീകൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് പ്രായമുള്ളവരാണ് എന്നോ അല്ല എന്നോ പറഞ്ഞിട്ടില്ല. രണ്ടും ആ കൂട്ടത്തിൽ ഉണ്ടാകാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അന്യ സ്ത്രീകളോട് സലാം പറഞ്ഞു എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, പ്രായവ്യത്യാസമില്ലാതെ. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരു സ്ത്രീ ചോദിച്ച ചോദ്യം, എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ സലാം പറഞ്ഞാൽ ഹൽ യജൂസു അൻ അറുദ്ദ അലൈഹി വഅന മാശിയ ഫി ശാരിയ, വഴിയിലൂടെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ, ഞാൻ നടന്നു പോവുകയാണെങ്കിൽ അങ്ങനെ എനിക്ക് പരിചയമില്ലാത്ത ഒരു പുരുഷൻ സലാം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് സലാം മടക്കൽ അനുവദനീയമാണോ? അതിന് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മറുപടി, നഅം യജൂസു ബൽ യുശ്റഅ ഔ യജിബു, അതെ അനുവദനീയമാണ്, മാത്രമല്ല അത് നിയമമാക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ അത് നിർബന്ധമാകുന്നു എന്നതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 86-ാമത്തെ ആയത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഫൈദാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ, നിങ്ങളോട് അഭിവാദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ ഉത്തമമായതുകൊണ്ട് പ്രത്യഭിവാദ്യം ചെയ്യുക, അല്ലെങ്കിൽ മടക്കുക, അതിനെ മടക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ഇവിടെ വൈദാ ഹുയ്യീതും
ബിതഹിയ്യത്തിൻ, നിങ്ങൾ അഭിവാദ്യം ചെയ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ പുരുഷന്മാരോടുള്ള കൽപ്പനയാണ്. പുരുഷൻ പുരുഷനോട് മാത്രം എന്നതല്ല, അല്ലെങ്കിൽ സ്ത്രീകൾ സ്ത്രീകളോട് മാത്രമല്ല എന്ന അർത്ഥത്തിലാണ് ഷെയ്ഖ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ സലാം പറയൽ നിയമവിധേയമാണ് അല്ലെങ്കിൽ നിർബന്ധമാകുന്നു എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് രേഖപ്പെടുത്തുന്നത്. രണ്ടാമത്തെ തെളിവായി അദ്ദേഹം ഉദ്ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലമ അലൻ നിസാ വദക്കറൻ നിസാ വദഅഹുന്ന ഇലല്ലാഹ്, സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുകയും അവരെ ഓർമ്മപ്പെടുത്തുകയും അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ നബി സ്ത്രീകൾക്ക് സലാം പറയാറുണ്ടായിരുന്നു. അപ്പൊ ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും പുരുഷന്മാർക്ക് സ്ത്രീകളോട് സലാം പറയാം എന്നാണ് ഇബ്നു ബാസ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ഒരു സലാം പറയുന്ന ഒരാൾ സലാം പറയുകയാണെങ്കിൽ അയാളോട് സലാം അടക്കേണ്ടതുണ്ട്, പുരുഷന്മാരോടായിരുന്നാലും സ്ത്രീകളോടായിരുന്നാലും. അതുപോലെ തന്നെ സ്ത്രീ പുരുഷന്മാരോട് സലാം പറഞ്ഞാൽ ആ പുരുഷനോടും സലാം അടക്കേണ്ടതുണ്ട്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും, അല്ലെങ്കിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ലാക്കിൻ മഅ തഹഫുദി വൽ ബുഅദി അനിൽ ദീബ വഅൻ അദമിൽ ഹിജാബ്, ഇവിടെ സൂക്ഷിക്കേണ്ടത് സലാം പറയുന്നത് അത് സൂക്ഷ്മതയോടുകൂടിയായിരിക്കണം, സംശയകരമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ സംശയത്തിൽ നിന്ന് അകന്നുകൊണ്ടായിരിക്കണം, ഹിജാബില്ലാത്ത സന്ദർഭത്തിൽ സ്ത്രീകൾ ഹിജാബ് മറക്കാത്ത അത്തരം സാഹചര്യത്തിൽ നിന്ന് സൂക്ഷ്മത പുലർത്തിക്കൊണ്ടും, തകൂനു മുഹ്തജിബത്തൻ ഫിൽ അസ്വാഖ് വഇൻദൽ അജാനിബ് ഫി അയ്യി മകാൻ, ഒരു സ്ത്രീ അങ്ങാടികളിലാകട്ടെ അന്യപുരുഷന്മാർക്കടുക്കലാകട്ടെ അവൾ ഹിജാബ് ധരിക്കേണ്ടതുണ്ട്. അപ്പോൾ അവൾ സലാം അടക്കണം. അതുപോലെ തന്നെ സലാം പറഞ്ഞുകൊണ്ട് അവൾക്ക് തുടങ്ങാം. മിസ്ല റജുലി സവാ മഅൽ ബുഅദി അനിൽ ദീബ, പുരുഷനെ പോലെ തന്നെ സലാം അടക്കുകയും സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും ചെയ്യാം. അപ്പോൾ സ്ത്രീയോട് പുരുഷൻ സലാം പറഞ്ഞാൽ മടക്കാമെന്നും സ്ത്രീക്ക് അങ്ങോട്ട് പറയാമെന്നും ഷെയ്ഖ് ഈ ഫത്വയിലൂടെ ഉണർത്തുകയാണ്. മറ്റൊരു ചോദ്യം, മാ ഹുക്മു സലാമി അലൽ മർഅത്തിൽ അജ്നബിയ്യ, അന്യ സ്ത്രീകളോട് സലാം പറയുന്നതിന്റെ വിധി എന്താണ്? പ്രത്യേകിച്ച് ആ സ്ത്രീകൾ അയൽവാസികളിൽപ്പെട്ടവരാണെങ്കിൽ, അതുപോലെ തന്നെ അവർ ഹിജാബ് ധരിച്ചവരും, സ്ത്രീ പുരുഷന്മാർ ഒറ്റക്കാവുക എന്ന ഖൽവത്തിന്റെ അവസ്ഥ ഇല്ല എങ്കിലും അത്തരം സന്ദർഭത്തിൽ സലാം പറയുന്നതിന്റെ വിധി എന്ത് എന്ന ചോദ്യത്തിന് ഷെയ്ഖ് നൽകിയിട്ടുള്ള മറുപടി, അത്തരം സ്ത്രീകളോട് സലാം പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. പുരുഷന്റെയും സ്ത്രീയുടെയും വിഷയത്തിൽ സലാം പറയുക എന്നത് നിയമമാക്കപ്പെട്ടതാണ്. വൈദാ സല്ലമ അലൈഹ റദ്ദ അലൈഹ സലാം മിൻ ദൂനി തുഹ്മത്തിൻ വല ഫിത്നത്തിൻ വലാ ഹറജ്, എന്തെങ്കിലും സംശയകരമായ സാഹചര്യമോ അല്ലെങ്കിൽ ഫിത്നയോ ഇല്ലാത്ത നിലക്ക് സ്ത്രീയോട് സലാം പറയുകയോ സലാം അടക്കുകയോ ചെയ്താൽ അത് കുഴപ്പമില്ല. ഇനി അവൾ മുഖം വെളിവാക്കുന്നവളാണെങ്കിൽ, നിഖാബ് ധരിക്കാത്തവളാണെങ്കിൽ അവളോട് മുഖം മറക്കാൻ കൽപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യണം. ഇനി ഒരു സ്ത്രീ ഒറ്റക്കാണെങ്കിൽ പുരുഷൻ അവളോട് തനിച്ചാകരുത്, എന്നാൽ അവന് നടന്നു പോവുകയും ആ പെണ്ണിന്റെ കൂടെ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്ത് ഒറ്റക്കാകുന്ന സാഹചര്യം ഇല്ലാത്ത നിലക്ക് നടന്നു പോകുന്നതിനിടയിൽ സലാം പറയാവുന്നതാണ്. വൈദാ മർറ ബിഹ ഇൻദ ബാബിഹ, ഇനി പുരുഷൻ സ്ത്രീയുടെ വാതിലിനടുത്തുകൂടി അല്ലെങ്കിൽ വഴിയിൽ ഒരു സ്ത്രീയുടെ അടുത്തുകൂടി ഇനി ഏതൊരു സ്ഥലത്തുകൂടെയും നടന്നു പോവുകയാണെങ്കിൽ ഏതു നിലക്ക് അവിടെ സ്ത്രീയോടൊപ്പം ഇരിക്കുകയോ അല്ലെങ്കിൽ ഏകാന്തതയോ ഇല്ലാത്ത നിലക്ക് നടന്നു പോവുകയാണെങ്കിൽ അവിടെ പുരുഷന് സ്ത്രീയോട് സലാം പറയാവുന്നതാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രായം ചെന്നവരെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ പുരുഷൻ സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും സലാം പറയാം, പറഞ്ഞാൽ മടക്കാം അല്ലെങ്കിൽ മടക്കേണ്ടതാണ് എന്നാണ് ഇബ്നു ബാസിന്റെ ഈ ഫത്വയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖുർആനും ഹദീസ് കൊണ്ടും തുടക്കത്തിൽ നമ്മൾ ആ കാര്യം മനസ്സിലാക്കുകയും ചെയ്തു. ഇതേപോലെ മറ്റൊരു ചോദ്യം ഇബ്നു ബാസിനോട് ചോദിക്കുന്നത്, ഒരാൾ ചോദിക്കുകയാണ്, ഫോൺ ചെയ്യുമ്പോൾ ഒരു സ്ത്രീ തന്റെ കൂട്ടുകാരിയായ സ്ത്രീക്ക് ഫോൺ ചെയ്യുന്നു. പക്ഷേ ഫോൺ എടുക്കുന്നത് ഒരു പക്ഷേ കൂട്ടുകാരിയുടെ ഉപ്പയോ അല്ലെങ്കിൽ സഹോദരനോ ആകാം. ഈ സന്ദർഭത്തിൽ ഫോൺ ചെയ്യുന്ന സ്ത്രീ ഫോൺ എടുത്തത് മറ്റൊരു പുരുഷനാണ് എന്നതുകൊണ്ട് സലാം പറയേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ സലാമൊന്നും പറയാതെ ഇത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞു തുടങ്ങുകയാണോ ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് ഇബ്നു ബാസിന്റെ മറുപടി, അസ്സുന്നത്തു അസ്സലാം, സലാം പറയുക എന്നത് സുന്നത്താണ്, മതത്തിന്റെ നടപടിക്രമമാണ്, ചര്യയാണ്. ലിഅന്നൽ മുകാലമത കൽ മുഖാബല, ഒരാളെ നേർക്കുനേരെ കണ്ട് അഭിമുഖീകരിക്കുന്നത് പോലെ, അഭിമുഖ സംഭാഷണം പോലെ തന്നെയാണ് ഫോൺ സംഭാഷണവും. വൽ മശ്റൂ ലിൽ മുഅ്മിൻ ഇൻദ ലിഖാഇ അഖീഹി ഔ ഉഖ്തിഹി ഫില്ലാഹ് അൻ യഖൂല അസ്സലാമു അലൈക്കും, ഒരാൾ തന്റെ സഹോദരനെയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സഹോദരിയെയോ, എന്ന് പറഞ്ഞാൽ മഹറമായ സഹോദരി മാത്രമല്ല, മുസ്ലിം എന്നുള്ള നിലക്കുള്ള ഒരു സഹോദരിയെയോ കണ്ടുമുട്ടിയാൽ സലാം പറയൽ നിയമമാക്കപ്പെട്ട കാര്യമാകുന്നു.
അപ്പോൾ അവൻ അസ്സലാമു അലൈക്കും എന്നോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നോ പറയണം. അത് ഫോണിലാണെങ്കിൽ, ഫോണിലുള്ള സംഭാഷണമാണെങ്കിലും ശരി. അപ്പോൾ അവന് അസ്സലാമു അലൈക്കും എന്ന് പറയാം. പിന്നെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയുകയാണെങ്കിൽ അത് അക്മൽ, ഏറ്റവും പൂർണ്ണമായ സലാം അടക്കലാണ് എന്നൊക്കെ ഷെയ്ഖ് മറുപടി പറഞ്ഞപ്പോൾ അവിടെ ഹാദാ വ ഇൻകാന മിനൽ മർഅത്തി ലിർറജുൽ, ഇതൊരു സ്ത്രീയിൽ നിന്ന് പുരുഷനോടുള്ള ഫോൺ സംഭാഷണമാണെങ്കിലോ എന്ന് രണ്ടാമതും ചോദിക്കുന്നു. അപ്പോൾ അതിന് ഷെയ്ഖ് നൽകുന്ന മറുപടി വലൗ ബൈന റിജാലി വന്നിസാ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിലുള്ള സംസാരമാണെങ്കിലും ശരി. വലൗ കാനത്ത് മഅ അജ്നബിയ്യിൻ, ഇനിയൊരു അന്യപുരുഷനുമായി നടത്തുന്ന സംഭാഷണമാണെങ്കിലും ലിഅന്ന ഹാദാ ശർഉല്ലാഹ്, കാരണം ഇത് അള്ളാഹുവിന്റെ നിയമമാണ്, മതമാണ്. അവൾ തഖൂലു അസ്സലാമു അലൈക്കും, സ്ത്രീ പുരുഷനോട് ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ അവൾ അവനോട് അസ്സലാമു അലൈക്കും എന്ന് പറയണം. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലിമു അലൻ നിസായി വഹുന്ന അജ്നബിയ്യാത്ത്, അന്യ സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഹിയ തഖൂലു ലഹു, ഫോൺ ചെയ്യുന്ന സ്ത്രീക്ക് പുരുഷനോട് പറയണം അസ്സലാമു അലൈക്കും എന്ന് പറയണം. സുമ്മ തഖൂലു ഐന ഫുലാന സൗജത്തുഹു ഔ ഉഖ്തുഹു ഔ ഉമ്മുഹു തസ്അലു അൻഹാ അൻ ലാസിമിഹ, പിന്നെ ഭാര്യ എവിടെ, സഹോദരി എവിടെ, ഉമ്മ എവിടെ എന്നൊക്കെ അയാളോട് ചോദിക്കുകയും ചെയ്യാം. വഇൻ കാന തസ്തഫ്തി തസ്അലു തഖൂൽ അസ്സലാമു അലൈക്കും, ഇനി ഒരു സ്ത്രീ ഒരു പണ്ഡിതനായ ആളോട് എന്തെങ്കിലും ഫത്വ ചോദിക്കുകയാണെങ്കിൽ അവൾ സലാം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങേണ്ടത്. ആദ്യം സലാം പറയുകയും എന്നിട്ട് തന്റെ ആവശ്യം എന്താണ് എന്നത് ആ വിവരമുള്ള ആളോട് ചോദിക്കുകയും ചെയ്യണം. തസ്തഫ്തി തഖൂൽ അസ്സലാമു അലൈക്കും അവ്വലൻ സുമ്മ തസ്അൽ, ആദ്യം അവൾ സലാം പറയട്ടെ പിന്നെ ചോദിക്കട്ടെ. ഈ 3 ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ഫത്വകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സലാം പറയാം എന്നതാണ്. എന്നാൽ ഇവിടെ നേരത്തെ ഷെയ്ഖ് സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഫിത്നയോ സംശയകരമായ സാഹചര്യമോ ഉണ്ടാകുന്നത് സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ഏകാന്തത അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യണം. ഈ തരം സൂക്ഷ്മതയോടുകൂടിയാണെങ്കിൽ പുരുഷൻ സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും സലാം പറയാം, അല്ലെങ്കിൽ പറയേണ്ടതുണ്ട്, മടക്കേണ്ടതുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. സുബ്ഹാനക.